ഗാസയിൽ അടിയന്തര വെടിനിർത്തലിനും ജീവകാരുണ്യ സഹായം എത്തിക്കാനും ആവശ്യപ്പെടുന്ന പ്രമേയം യു എൻ രക്ഷാസമിതി പാസാക്കി. ഇതാദ്യമായാണ് രക്ഷാസമിതി ഗാസയിൽ യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുന്നത്. 15-അംഗ രക്ഷാസമിതിയിൽ 14 രാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചു. ഇവരുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഗുഡ് മോർണിംഗ്. രക്ഷാസമിതിയുടെ ഈ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് അവർ വ്യക്തമാക്കിയത്? ഗുഡ് മോർണിംഗ് സുരേഷ്. ഇന്നലെ നടന്ന രക്ഷാസമിതി യോഗത്തിൽ വളരെ കൃത്യമായി 14 അംഗരാജ്യങ്ങളും 15 അംഗരാജ്യങ്ങളിൽ 14 അംഗരാജ്യങ്ങളും രക്ഷാസമിതിയുടെ പ്രമേയത്തെ അംഗീകരിക്കുകയും US രക്ഷാസമിതി പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയുമാണ് ചെയ്തത്. ഇതുവരെ രക്ഷാസമിതിയിൽ ഇത്തരത്തിൽ വരുന്ന പ്രമേയങ്ങളെ വീറ്റോ ചെയ്യുന്ന ഒരു പാരമ്പര്യമായിരുന്നു US തുടർന്നിരുന്നതെങ്കിൽ ഇക്കാര്യത്തിൽ ഇന്ന് ഈ ഗാസയുടെ വിഷയത്തിൽ വീറ്റോ ചെയ്യുന്നതിന് പകരം വിട്ടുനിൽക്കാനുള്ള ഒരു നീക്കമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 14 അംഗങ്ങൾക്കും ചേർന്ന് ഈ പ്രമേയം പാസ്സാക്കാൻ സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ പ്രമേയം പാസ്സാക്കുന്നത് നൽകുന്ന ഒരു സന്ദേശം വേറൊന്നു കൂടിയാണ്. കാരണം സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളോടൊപ്പമാണ് അമേരിക്ക എന്ന് പ്രത്യക്ഷത്തിൽ പറയാതെ ഇസ്രായേലിനൊപ്പം നിൽക്കുകയും അതേസമയം ഈ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുക എന്നൊരു നിലപാട് തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ട സവിശേഷത, ഇക്കാര്യത്തിൽ ബന്ദികളുടെ വിഷയത്തിൽ അന്തിമ തീരുമാനമാകാതെ വെടിനിർത്തൽ സാധ്യമല്ല എന്ന ഉറച്ച നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചിരുന്നത്. ആ നിലപാടിൽ, അതായത് 170 താഴെ ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ ഭൂമിക്കടിയിലുള്ള ടണലുകളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് ഇസ്രായേലികൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചോ അവരുടെ സാമൂഹ്യാവസ്ഥ സംബന്ധിച്ചോ എല്ലാം തന്നെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കാതെ സീസ് ഫയർ സാധ്യമാകില്ല, അല്ലെങ്കിൽ വെടിനിർത്തൽ സാധ്യമാകില്ല എന്ന നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചിരുന്നത്. അതിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകാത്തതിൽ ഇസ്രായേൽ കൃത്യമായ ഒരു അമർഷം രേഖപ്പെടുത്തുകയും ബന്ദികളുടെ മോചനം സാധ്യമാകുന്നതുവരെ യുദ്ധം തുടരുകയും ചെയ്യുമെന്നും അറിയിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും അവിടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ തുടങ്ങുന്നതിനും അത്യാവശ്യ സാധനങ്ങൾ ഗാസയിൽ എത്തിക്കുന്നതിനുമുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് തുടർച്ചയായി റാഫ അതിർത്തി വഴിയുള്ള സാധന സാമഗ്രികൾ കടത്തുന്നത്, അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടത്തി ഗാസയിൽ കുറെ കൂടെ സമാധാനപരമായ ഒരു ജീവിതം ഉറപ്പാക്കുന്നതിനും ജലം, അതുപോലെ മറ്റ് കുടിവെള്ളം, അത്യാവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനുമുള്ള നീക്കങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ ബന്ദികളുടെ മോചനത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തു തന്നെയായാലും മേഖലയിലെ സമാധാന പുനഃസ്ഥാപനത്തിന് ഏറെ നിർണായകമായ ഒരു നീക്കം UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യവുമുണ്ട്. ഉടൻ തന്നെ ഗാസയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ സൂചനകളെല്ലാം പ്രതീക്ഷ നൽകുന്ന സൂചനകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്ത് തന്നെയായാലും UN സെക്യൂരിറ്റി കൗൺസിൽ ഈ സമാധാന ശ്രമത്തിനുള്ള നീക്കങ്ങൾക്ക് പിന്തുണ നൽകിയിരിക്കുന്നു എന്ന ഒരു സദ്വാർത്തയും അതേസമയം തന്നെ പ്രദേശത്തെ ഹൂതി, ഹിസ്ബുള്ള വിമതരുടെ ആക്രമണങ്ങൾക്കെതിരെ കൃത്യമായ പ്രതിരോധം സൃഷ്ടിക്കാനുള്ള ഒരു നീക്കവും നടക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ സമാധാനം ശാശ്വതമാകുന്നതിനും അതുപോലെ തന്നെ ഗാസയിലെയും ഇസ്രായേലിന്റെയും പ്രശ്നങ്ങൾ, ഇരട്ട രാജ്യങ്ങൾ എന്ന സങ്കല്പത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള നീക്കങ്ങളുടെയും തുടക്കമായി തന്നെ അന്താരാഷ്ട്ര നിരീക്ഷകർ ഈ നീക്കത്തെ വിലയിരുത്തുന്നുമുണ്ട്. സുരേഷ്, ഐസൻ ജോസാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.